ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്കായി റിബൺ എംബ്രോയ്ഡറിയുടെ ഫസ്റ്റ് ക്ലാസ്സാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാവർക്കും വളരെ എളുപ്പം മനസ്സിലാവുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്നത്. ഈ വർക്ക് നിങ്ങൾ ശ്രദ്ധയോടുകൂടി പഠിച്ചെടുക്കുകയാണെങ്കിൽ നല്ലൊരു വരുമാന മാർഗമായി നിങ്ങൾക്കിത് മാറ്റാവുന്നതാണ്. ഇന്ന് മാർക്കറ്റിൽ വളരെയധികം ഡിമാൻഡുള്ള പ്രോഡക്റ്റാണ് റിബൺ എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുള്ള ക്രാഫ്റ്റ് ഐറ്റംസ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് നന്നായി പഠിച്ചെടുക്കണം. ഈ വർക്ക് ഞാൻ ചെയ്യുന്നത് റോയൽ ബ്ലൂ കളറിലുള്ള കോട്ടൺ വെൽവെറ്റിലാണ്. ഇത് നമുക്ക് ഹാർഡ്വെയർസ് ഷോപ്പിലൊക്കെ ലഭ്യമാണ്. ഇതിൻ്റെ പുറകുവശം ഇതുപോലെ വൈറ്റ് കളറായിരിക്കും. ഇതിൻ്റെ നീളം 13 ഇഞ്ചും വീതി 11 ഇഞ്ചുമാണ്. ഇത് ഡ്രസ് മെറ്റീരിയൽ അല്ല, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് വളരെ വലിയൊരു ഫ്രെയിമാണ്. അതിന് കാരണമുണ്ട്. കാരണം ഇത് വെൽവെറ്റ് ക്ലോത്ത് ആയതുകൊണ്ട് നമ്മൾ ഇതുപോലെയുള്ള ചെറിയ ഫ്രെയിംസ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ ഷെയ്ഡ് ഇതിന് ചുറ്റും വരും നമ്മളിത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വലിയ ഫ്രെയിം യൂസ് ചെയ്യുന്നത്. നിങ്ങൾ കോട്ടണിലോ സിൽക്കിലോ മറ്റേത് മെറ്റീരിയലിലാണ് നിങ്ങൾ എംബ്രോയ്ഡറി ചെയ്യുന്നതെങ്കിലും ചെറിയ ഫ്രെയിമും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. വലിയ ഫ്രെയിം ആയതുകൊണ്ട് ഞാൻ ഈ വെൽവെറ്റ് പീസിന് ചുറ്റും 4 കോട്ടൺ പീസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വലിയ ഫ്രെയിം ഇടാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഇനി നിങ്ങൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഈ വെൽവെറ്റ് ക്ലോത്തിൻ്റെ സെൻറ്റർ അടയാളപ്പെടുത്തുക എന്നുള്ളതാണ്. 4 എഡ്ജിലും നിങ്ങൾ സെൻറ്റർ അടയാളപ്പെടുത്തുക. അപ്പോൾ നമ്മൾ വരയ്ക്കുന്ന പിക്ചർ നമ്മുടെ ക്ലോത്തിൻ്റെ സെൻറ്ററിലായി വരും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഞാൻ ഈ ക്ലോത്തിൽ റഫായിട്ടൊരു പിക്ചർ വരയ്ക്കുകയാണ്. നമുക്ക് കാര്യമായിട്ട് വേണ്ടത് ആ സെൻറ്ററിലുള്ള 3 ഡെയ്സി ഫ്ലവറിൻ്റെ പൊസിഷനാണ്. പിന്നെ ബാക്കിയൊക്കെ നമ്മൾ ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ എൻ്റെ മനസ്സിൽ എന്തൊക്കെയാണോ തോന്നുന്നത് അതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോവാറാണ് പതിവ്. മുൻകൂട്ടി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് ശരിക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ ഈ ഡിസൈനിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നേക്കാം. ഇനി നമുക്ക് ഈ ഡെയ്സി ഫ്ലവർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ എടുക്കുന്നത് വലിയ ഹോളുള്ള നീഡിലും 1/4 ഇഞ്ച് വീതിയുള്ള വൈറ്റ് സാറ്റിൻ റിബണുമാണ്. റിബൺ നമ്മൾ എടുത്ത ശേഷം ഇതുപോലെ വീണ്ടും നീറ്റായി നിൽക്കാൻ വേണ്ടിയിട്ട് അതിലൊരു പിൻ ഇൻസേർട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. നീഡിലിൽ ഈ റിബൺ ലോക്ക് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ കാണിച്ചു തന്നതുപോലെ ചെയ്താൽ മതി. ഇനി നമുക്ക് ഈ ഫ്ലവേഴ്സ് എങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കാം. ഈ 3rd ഫ്ലവർ ഇതുപോലെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനുശേഷം ബാക്കിയുള്ള പെറ്റൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നീഡിൽ നമ്മൾ ക്ലോത്തിൻ്റെ താഴെ നിന്നും മുകളിലേക്ക് എടുക്കണം, ആ ചെറിയ സർക്കിളിലൂടെ. എന്നിട്ട് റിബൺ അല്പം ലൂസാക്കി പിടിക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലൂടെ നമ്മൾ താഴോട്ട് നീഡിലിറക്കണം. ഈ സമയത്ത് കൂടുതൽ ടൈറ്റായിട്ട് വലിഞ്ഞു പോവാതിരിക്കാനായിട്ട് നമ്മളുടെ ഒരു ഫിംഗർ ആ പെറ്റലിൻ്റെ താഴെ വെച്ച് കൊടുത്താൽ നമുക്ക് ഓവർ ടൈറ്റ് ആവാതെ കിട്ടും. എന്നിട്ട് പതുക്കെ താഴെ നിന്ന് ഇതുപോലെ വലിച്ചു കൊടുത്താൽ ശരിക്കും നല്ല ആ പെറ്റലിൻ്റെ ഷേപ്പ് കിട്ടുന്നതായിരിക്കും. റിബണിൻ്റെ എൻഡ് പാർട്ട് നിങ്ങൾ ഇതുപോലെ ലൈറ്റർ ഉപയോഗിച്ച് നല്ലതുപോലെ ഉരുക്കിയിട്ട് ക്ലോത്തിൽ അവിടെ സ്റ്റിക്ക് ചെയ്ത് വെച്ചാൽ മതി. ബാക്കിയുള്ള എല്ലാ പെറ്റൽസും നമുക്ക് ഇതുപോലെ തുന്നിയെടുക്കാം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡെയ്സി ഫ്ലവറിനായിട്ട് നമ്മൾ ഔട്ട്ലൈൻ വരയ്ക്കുമ്പോൾ അല്പം ഓവൽ ഷേപ്പിലാണ് നമ്മൾ വരയ്ക്കേണ്ടത്. നല്ല റൗണ്ടായിട്ട് വരയ്ക്കരുത്. റൗണ്ടായിട്ട് വരച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ആർട്ടിഫിഷ്യൽ ലുക്കാണ് കിട്ടുക. നല്ല നേച്ചുറലായിട്ടുള്ള ഒരു ശരിക്കൊരു ഫ്ലവറായിട്ട് തന്നെ നമുക്ക് തോന്നണമെങ്കിൽ നമ്മൾ അല്പം ഓവൽ ഷേപ്പിൽ വേണം ഔട്ട്ലൈൻ വരയ്ക്കാനായിട്ട്. हो मुझे छोड़कर जो तुम जाओगे, जो तुम जाओगे, जो तुम जाओगे, हो मुझे छोड़कर जो तुम जाओगे, बड़ा पछताओगे, बड़ा पछताओगे, बड़ा पछताओगे, बड़ा पछताओगे। सुनिया सुनिया गलियां दे विच रोल ना देई, बूहे किसे होर लई खोल ना देई. ഇപ്പം നമ്മൾ ഫ്ലവറിൻ്റെ സെക്കൻഡ് ലെയർ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു.
ഇനി നമുക്ക് ഫസ്റ്റ് ലെയറാണ് തുന്നേണ്ടത്. അത് നമ്മൾ സെപ്പറേറ്റ് ഇതുപോലെയുള്ള പെറ്റൽസ് ഉണ്ടാക്കിയിട്ടാണ് തുന്നുന്നത്. അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനായിട്ട് നമ്മൾ ഇതുപോലെയുള്ള കുറേ പെറ്റൽസ് ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്കിപ്പോൾ പറഞ്ഞുതരാം. അതിനായിട്ട് റിബൺ 5 സെൻറ്റിമീറ്ററിൽ കട്ട് ചെയ്യാം. ഇങ്ങനെ റിബണ് നിങ്ങൾ കുറേ പീസസ് ആക്കി കട്ട് ചെയ്തെടുക്കണം. നമുക്ക് കുറേ പീസ് വേണം. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ ഇതുപോലെ കുറേ കട്ട് ചെയ്ത് വെക്കുക. കട്ട് ചെയ്ത് വെച്ച ശേഷം നിങ്ങൾ ഇതിൻ്റെ 2 എഡ്ജ്, 2 സൈഡ് വരുന്ന ഭാഗം ലൈറ്റർ ഉപയോഗിച്ചിട്ട് ഒന്ന് ഉരുക്കി കൊടുക്കുക. അപ്പോൾ നമുക്കൊരു റൗണ്ട് ഷേപ്പ് കിട്ടും ഇതുപോലെ. അതിനുശേഷം ഇത് ഒന്ന് വളച്ചെടുക്കാൻ വേണ്ടിയിട്ട്, ആ പെറ്റലിൻ്റെ ഷേപ്പ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അല്പം വിട്ട് നിന്ന്, കുറച്ച് അകലത്തിൽ നിന്നുകൊണ്ട് ഇതിൻ്റെ താഴ്ഭാഗത്ത് നമ്മൾ അല്പം ലൈറ്റർ ഒന്ന് കുറച്ച് ഡിസ്റ്റൻസിൽ വെക്കണം. വെച്ചിട്ട് ഒന്ന് ലൈറ്റർ കാണിച്ചു കൊടുക്കുക. അപ്പം തീ കാണിച്ചു കൊടുക്കുമ്പം അത് ഇതുപോലെ വളഞ്ഞു വരും. ഓവർ അടുത്തേക്ക് വെക്കാൻ പാടില്ല. അടുത്ത് വെച്ചാൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഉരുകിപ്പോവും. അങ്ങനെ നിങ്ങൾ ഈ പെറ്റൽ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്തെടുക്കണം. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. ഇനി ഇതുപയോഗിച്ചിട്ട് ഫസ്റ്റ് ലെയർ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായി നിങ്ങൾ സൂചിയിൽ ഇതുപോലെ പെറ്റൽ കോർത്തെടുക്കുക. എന്നിട്ട് അതൊന്ന് കൈകൊണ്ട് ഇതുപോലെ പ്രസ് ചെയ്ത് പിടിക്കുക. 2 പെറ്റലിൻ്റെ ഇടയിലാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഈ ഫസ്റ്റ് ലെയർ നമ്മൾ ആദ്യം തുന്നി വെച്ച 2 പെറ്റലിൻ്റെ ഇടയിലാണ് ഇപ്പം തുന്നുന്ന എല്ലാ പെറ്റലും തുന്നേണ്ടത്. ഇതുപോലെ താഴത്തേക്ക് സൂചി ഇറക്കി കൊടുക്കുക, പിറകു നിന്ന് വലിക്കുക. എന്നിട്ട് ഈ വശത്തേക്ക് ഒരിക്കലും ഒട്ടിക്കരുത്, അത് ഉൾവശത്തേക്ക് വേണം ഒട്ടിക്കാൻ. നേരത്തെ നമ്മൾ ചെയ്തതുപോലെ ലൈറ്റർ ഉപയോഗിച്ച് സെൻറ്റർ ഭാഗത്തേക്ക് ഇത് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ബാക്ക് സൈഡിൽ ഒട്ടിക്കുന്ന പെറ്റൽ സെൻറ്ററിലേക്ക് ഒട്ടിച്ചാൽ മാത്രമേ ഇതുപോലെ പെറ്റൽ പുറത്തേക്ക് നിൽക്കുകയുള്ളൂ. ഇനി ബാക്കിയുള്ള 2 ഫ്ലവറും ഇതുപോലെ ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ പെറ്റൽ ഉപയോഗിച്ച് ഞാനിവിടെ 3 ഫ്ലവറും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളും കംപ്ലീറ്റ് ആക്കുക. ഇനി നമുക്ക് ഈ ഫ്ലവറിൻ്റെ സെൻറ്റർ പാർട്ടാണ് ഫില്ല് ചെയ്യേണ്ടത്. ഫ്രഞ്ച് നോട്ട് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ സെൻറ്റർ പാർട്ട് ഫില്ല് ചെയ്യുന്നത്. ഇതിനായിട്ട് ഈ 3 കളേഴ്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാനായിട്ട് 2 ഫ്ലവർ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് 3rd ഫ്ലവറും ചെയ്യാം. അതിനായിട്ട് ഞാൻ ഗോൾഡൻ യെല്ലോ, അതായത് നമ്മുടെ കയ്യിലുള്ള ഡാർക്ക് കളറാണ് നമ്മൾ ഏറ്റവും ഔട്ടർ പോർഷനിൽ യൂസ് ചെയ്യേണ്ടത്. ഇത്രയും ഭാഗമാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. ഫ്രഞ്ച് നോട്ട് തുന്നുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നീഡിൽ ഇതുപോലെ താഴെ നിന്ന് മുകളിലേക്ക് എടുക്കുക. അതിനുശേഷം ഈ സൂചിയിൽ റിബൺ ഒരു പ്രാവശ്യം ചുറ്റുക. തൊട്ടടുത്ത് തന്നെ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇതുപോലെ താഴത്തേക്ക് സൂചി എടുക്കുക. എന്നിട്ട് പതുക്കെ പുറകോട്ട് വലിക്കുക. എന്നിട്ട് നല്ലതുപോലെ ടൈറ്റാക്കി കഴിഞ്ഞാൽ നമുക്ക് ഫ്രഞ്ച് നോട്ട് കിട്ടും. ഇങ്ങനെ നിങ്ങൾ ഫുള്ളായിട്ട് ചെയ്യണം. ഈ രീതിയിൽ തന്നെ വേറെ ഫ്ലവേഴ്സും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഞാൻ പറയില്ല. അപ്പോൾ ഇപ്പം ചെയ്യുന്നത് നന്നായിട്ട് നോക്കുക. ഇതുപോലെ ഇനി നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചെയ്യാം. ഈ കളർ കഴിഞ്ഞാൽ നമ്മൾ ഇനി എടുക്കുന്നത് ഓറഞ്ച് കളറാണ്. ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമ്മൾ ഈ ഓറഞ്ച് കളർ യൂസ് ചെയ്യും. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. റിബണിൻ്റെ ഈ എഡ്ജ് ലോക്ക് ചെയ്യാനുള്ള ഒരു രീതിയാണിത്. ഇങ്ങനെ 1-2 പ്രാവശ്യം മടക്കുക. എന്നിട്ട് അതിലൂടെ സൂചി താഴേക്ക് ഇറക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ അറ്റം ലോക്ക് ചെയ്യാവുന്നതാണ്. ഈ രീതിയിലും നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമുക്കൊരു നോട്ട് ഇടുകയും ചെയ്യാം. നമ്മളിപ്പോൾ ഇതുവരെ ലൈറ്റർ ഉപയോഗിച്ച് സ്റ്റിക്ക് ചെയ്യാണ് ചെയ്തത്. ഇങ്ങനെ ചെയ്താലും മതി. ഇനി നമുക്ക് ഈ കളർ ഉപയോഗിച്ചിട്ട് ഫ്രഞ്ച് നോട്ട് ചെയ്യാം. हो मुझे छोड़कर जो तुम जाओगे, जो तुम जाओगे, जो तुम जाओगे, हो मुझे छोड़कर जो तुम जाओगे, बड़ा पछताओगे, बड़ा पछताओगे, बड़ा पछताओगे, बड़ा पछताओगे। सुनिया सुनिया गलियां दे विच रोल ना देई, बूहे किसे होर लाई खोल ना देई। ഇനി നമുക്ക് സൺഫ്ലവർ യെല്ലോ ഉപയോഗിച്ചിട്ട് ഈ സർക്കിൾ ഫില്ല് ചെയ്യാം.
ഇപ്പോൾ നമ്മൾ യെല്ലോ കളർ കൊണ്ട് ഈ സെൻറ്റർ പാർട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ 3 or 4 ഫ്രഞ്ച് നോട്ട് ഉപയോഗിച്ച് തുന്നേണ്ടതായിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ ഈ ഫ്ലവറിൻ്റെ നടുഭാഗം നല്ലതുപോലെ പൊങ്ങി നിൽക്കുന്ന ആ ഒരു ഫീലിംഗ് വരാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇവിടെ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു. ഇനി പകുതി വിരിഞ്ഞിട്ടുള്ള ഈ പൂമൊട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് ചെയ്യാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് നമ്മൾ നേരത്തെ ഡെയ്സി ഫ്ലവർ തുന്നാൻ ഉപയോഗിച്ച അതേ റിബൺ തന്നെയാണ്, അതേ മെത്തേഡ് തന്നെയാണ്. അപ്പോൾ അത് ഇങ്ങനെയാണെന്ന് ഈ ഫ്ലവറിൻ്റെ ബാക്കി ഭാഗം തുന്നാനായിട്ട് നമ്മൾ 1/4 ഇഞ്ച് വീതിയിലുള്ള സാപ്പ് ഗ്രീൻ റിബണാണ് യൂസ് ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. बुलावे तुझे यारे आज मेरी गलियां, बसाऊं तेरे संग मैं अलग दुनिया, ना आए कभी दोनों में जरा भी फासले, बस एक तू हो एक मैं हूँ और कोई ना, है मेरा सब कुछ तेरा तू समझ ले, तू चाहे मेरे हक की जमीन रख ले, तू सांसों पे भी नाम तेरा लिख दे, मैं जीऊं जब जब तेरा दिल धड़के. असर अब करता मेरी राहत तुझसे मेरी चाहत
तुझी से मुझे बस यही रह जाना, लगी है तेरी आदतें मुझे जब से, तेरे बिन पल भी बरस लगते, बुलावे तुझे यार आज मेरी गलियां, बसाऊं तेरे संग मैं अलग दुनिया, जो होवे तू उदास मुझे देखे हंस दे, तू चाहे मेरे हक की जमीन रख ले, तू सांसों पे भी नाम तेरा लिख दे, मैं जीऊं जब जब तेरा दिल धड़के। मैं जितना तुम्हें सोचूं, मन ये ना भरे, इन आँखों में छलकता है। പകുതി വിരിഞ്ഞിട്ടുള്ള ഈ ഫ്ലവർ ഇപ്പം ഞാൻ തുന്നിക്കഴിഞ്ഞു. അതുകൂടാതെ ഞാനിവിടെ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സും കുറച്ച് ലീവ്സൊക്കെ തുന്നിയിട്ടുണ്ട്. അതെങ്ങനെയാണ് ചെയ്തതെന്ന് പറഞ്ഞുതരാം. പിന്നെ ഫ്രഞ്ച് നോട്ട് തുന്നിയിട്ടുണ്ട്, അത് നിങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞതാണ്. അപ്പോൾ ഈ കുഞ്ഞു ഫ്ലവർ എങ്ങനെയാണ് തുന്നുന്നതെന്ന് ആദ്യം നോക്കാം. ഈ കുഞ്ഞു ഫ്ലവേഴ്സ് തുന്നാനായിട്ട് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് 1/2 ഇഞ്ച് വീതിയിലുള്ള പിങ്ക് റിബൺ. ഫ്ലവറിൻ്റെ സെൻറ്റർ പോർഷനിൽ റെഡ് ഷെയ്ഡിങ് കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഫാബ്രിക് പെയിൻ്റാണ്. അല്പം വെള്ളത്തിൽ വെറും ഒരൊറ്റ ഡ്രോപ്പ് പെയിൻ്റേ ആവശ്യമുള്ളൂ. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. വളരെ ലൈറ്റായിട്ടുള്ള ഒരു ഷെയ്ഡിങ് മാത്രമേ നമുക്കിവിടെ കൊടുക്കേണ്ടതായിട്ടുള്ളൂ. ഈ പെയിൻറ്റ് ഡ്രൈ ആവുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്ത ഫ്ലവർ ചെയ്യാം. അതിനുശേഷം അതിനും പെയിൻറ്റിങ് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ സെൻറ്റർ പോർഷനിൽ ഫ്രഞ്ച് നോട്ട് ചെയ്യണം. ഫ്രഞ്ച് നോട്ട് ചെയ്യാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് 1/4 ഇഞ്ചിലും താഴെ വരുന്ന റിബൺ ഉണ്ട്, വളരെ നൈസായിട്ടുള്ള റിബൺ. അതാണ് യൂസ് ചെയ്യുന്നത്, യെല്ലോ കളറ്. നിങ്ങൾക്ക് വേണമെങ്കിൽ
എംബ്രോയ്ഡറി ത്രെഡും ഇതിനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. हो मुझे छोड़कर जो तुम जाओ मुझसे जो नजरें चुराने लगे हो, लगता है कोई और गली जाने लगे हो। ख्वाब जो देखे हम दोनों ने मिलके, धीरे धीरे क्यों दफनाने लगे हो। और बर्बाद छड़ दे रोंदे आदा लेना स्वाद छड़ दे, जो सानू प्यार लई इना तरसाओगे, बड़ा पछताओगे, बड़ा पछताओगे। हो मुझे छोड़कर जो तुम जाओगे, बड़ा पछताओगे, बड़ा पछताओगे। ഈ ഫ്ലവേഴ്സും ലീവ്സൊക്കെ നല്ലതുപോലെ സ്റ്റിഫായി നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ സ്റ്റാർച്ച് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ യൂസ് ചെയ്തത് ക്രിസ്പ് ആൻഡ് ഷൈൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റാർച്ചാണ്. നിങ്ങൾക്ക് ഏത് സ്റ്റാർച്ച് വേണമെങ്കിലും ഇതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇത് തീർത്തും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ യൂസ് ചെയ്താൽ മതി. കാരണം നമ്മൾ സ്റ്റാർച്ച് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഈ റിബണിൻ്റെ ഷൈനിങ് അല്പം കുറയും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം. പക്ഷെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതുപോലെ ഇങ്ങനെ സ്റ്റിഫായിട്ട് നിൽക്കും. ഈ സ്റ്റാർച്ച് ഡ്രൈ ആയ ശേഷം നമുക്ക് ഈ 3 ഡേസി ഫ്ലവറിലും പെയിൻറ് ചെയ്യണം. ഒരു ലൈറ്റ് ഷെയ്ഡ്, ഗ്രീൻ്റെ ഷെയ്ഡ് ഈ ഭാഗങ്ങളിലായിട്ട് കൊടുക്കണം. 2 എണ്ണത്തിന് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി 3rd ഫ്ലവർ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. സാപ്പ് ഗ്രീൻ ആണ് നമ്മൾ കൊടുക്കുന്നത്. നേരത്തെ നമ്മൾ റെഡ് കളർ കൊടുത്തതുപോലെ കൂടുതൽ വെള്ളത്തിൽ അല്പം പെയിൻറ് മിക്സ് ചെയ്ത ശേഷം വേണം നമുക്കിത് അപ്ലൈ ചെയ്യാനായിട്ട്. വളരെ കുറച്ച് പെയിൻറ് എടുക്കാവൂ. പെയിൻറ് നല്ലതുപോലെ വെള്ളവുമായി മിക്സ് ചെയ്ത ശേഷം ഇതിൻ്റെ എഡ്ജിൽ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ നമ്മൾ പെയിൻറ്റിങ് ചെയ്യുമ്പോഴാണ് ആ ഫ്ലവറിനൊരു നേച്ചുറൽ ലുക്ക് കിട്ടുന്നത്. അതിനായിട്ടാണ് നമ്മൾ ഈ ലൈറ്റ് ഷെയ്ഡ് കൊടുക്കുന്നത്. പക്ഷെ വളരെ ലൈറ്റായിട്ട് മാത്രമേ കൊടുക്കാവൂ.
ബാക്കിയുള്ള 2 ഫ്ലവറും ഞാൻ നേരത്തെ തന്നെ ഗ്രീൻ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ബാക്കി വെച്ചതായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ പെയിൻറ്റിങ് കൊടുത്ത് കഴിയാറായി. ഇതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് ഇതിൽ ചെയ്തിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ലീവ്സ് എങ്ങനെയാണ് ചെയ്തതെന്ന് പറഞ്ഞു തരാം. ഇതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ആങ്കറിൻ്റെ ക്രോഷോ ത്രെഡാണ്. ഇതിനു പകരം നിങ്ങൾക്ക് സാധാരണ എംബ്രോയ്ഡറി ത്രെഡും യൂസ് ചെയ്യാവുന്നതാണ്. ഈ ലീവ്സ് തുന്നുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളെപ്പോഴും കുഞ്ഞു കുഞ്ഞു ലീവ്സ് തുന്നാൻ ശ്രദ്ധിക്കുക. നമ്മളൊരു ബഞ്ച് ഓഫ് ലീവ്സാണ് തുന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ചെറിയ ചെറിയ ലീവ്സ് തുന്നാനായിട്ട് ശ്രദ്ധിക്കുക. ഇതുപോലെയാണ് ബാക്കിയുള്ള കുഞ്ഞു കുഞ്ഞു ബഞ്ച് ഓഫ് ലീവ്സൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ നിങ്ങളും എല്ലാ ഫ്ലവേഴ്സിൻ്റെയും എഡ്ജിലായിട്ട് ഞാൻ ചെയ്തതുപോലെ തന്നെ ചെയ്യുക. പിന്നെ ഇതുകൂടാതെ ഞാൻ പിന്നെ ചെയ്തിട്ടുള്ളത് ഫ്ലവേഴ്സിൽ കാണുന്ന ആ ചെറിയ ലീവ്സാണ്. അത് സാപ്പ് ഗ്രീനും ലൈറ്റ് ഗ്രീനും ആണ് യൂസ് ചെയ്തത്. 1/4 ഇഞ്ച് റിബണാണ് അതിനും യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ നേരത്തെ ഫസ്റ്റ് ചെയ്ത പെറ്റൽ ചെയ്ത അതേ രീതിയിലാണ്. ചെറിയ ഡിഫറൻസ് ഒക്കെ ഉള്ളൂ. അത് നിങ്ങൾ നോക്കിയിട്ട് മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾക്ക് അത് കാണുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ മനസ്സിലാവും എങ്ങനെയാണ് ചെയ്തതെന്ന്. बिछड़ना है जरूरी ये सवाल है, तेरी नजदीकियां की खुशी बेहिसाब थी, हिस्से फासले भी तेरे बेमिसाल है. ഇപ്പോൾ ഞാനിവിടെ ഈ ഫ്ലവേഴ്സിൻ്റെ എഡ്ജിലും അതിൻ്റെ ഉള്ളിലുമൊക്കെ ആയിട്ട് ധാരാളം ലീവ്സ് തുന്നിയിട്ടുണ്ട്. സാപ്പ് ഗ്രീനും ലൈറ്റ് ഗ്രീനും ആണ് അതിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. 1/4 ഇഞ്ച് റിബണാണ്. നിങ്ങളും അതുപോലെ ധാരാളം ലീവ്സ് തുന്നി കൊടുക്കണം. അതിനുശേഷം ഫ്ലവറിൻ്റെ ഇടയിലായിട്ട് കുറച്ച് തണ്ടുകൾ നിങ്ങൾ തുന്നി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്കിപ്പോൾ പറഞ്ഞു തരാം. ഇതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് 1/2 ഇഞ്ച് വീതിയിലുള്ള സാപ്പ് ഗ്രീൻ റിബണാണ്. റിബൺ ഇതുപോലെ നിങ്ങൾ നന്നായിട്ട് റോൾ ചെയ്തെടുക്കുക, ടൈറ്റായിട്ട് റോൾ ചെയ്യുക. എന്നിട്ട് അത്
ഏത് ഭാഗത്തേക്കാണോ നിങ്ങൾക്ക് കൊണ്ടുപോകേണ്ടത് ആ ഭാഗത്തേക്ക് കൊണ്ടുപോവുക. വളച്ചിട്ട് വേണേൽ വളച്ചിട്ട് ചെയ്യുക, സ്ട്രെയിറ്റ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ സൂചി തുണിയിലൂടെ താഴോട്ട് ഇറക്കിയിട്ട് നല്ല ടൈറ്റാക്കിയിട്ട് വലിച്ചെടുക്കുക. വളച്ചൊക്കെ ചെയ്യുമ്പം നിങ്ങൾ ആ റിബണ് അല്പം ലൂസാക്കിയിട്ട് വളച്ച് വയ്ക്കുക. എന്നിട്ട് ഒന്ന് സാധാരണ സൂചി നൂലും ഉപയോഗിച്ചിട്ട് ആ വളഞ്ഞു വരുന്ന ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളഞ്ഞിട്ടുള്ള സ്റ്റെമ്മൊക്കെ കിട്ടും. അങ്ങനെയാണ് വളഞ്ഞിട്ടുള്ള സ്റ്റെമ്മുകൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കുറേ സ്റ്റെംസ് ഇതുപോലെ ചെയ്തെടുക്കണം. ഇനി നമുക്ക് താഴേക്ക് അല്പം നീളത്തിൽ ലൈറ്റ് ഗ്രീനും സാപ്പ് ഗ്രീനും ഉപയോഗിച്ച് കുറച്ച് ലീവ്സ് ഇതുപോലെ തുന്നിയെടുക്കണം. मुझे छोड़कर जो तुम जाओगे, जो तुम जाओगे, जो तुम जाओगे, हो मुझे छोड़कर जो तुम जाओगे, बड़ा पछताओगे, बड़ा पछताओगे, बड़ा पछताओगे, बड़ा पछताओगे। सुनिया सुनिया गलियां दे विच रोल ना देई, बूहे किसे होर लई खोल ना देई। सुनिया सुनिया गलियां दे विच रोल ना देई, बूहे किसे होर लई खोल ना देई। हो शायर जानी जे रुलाओगे, बड़ा पछताओगे, बड़ा पछताओगे। ഇനി നമുക്ക് ഇവിടെ ഒരു ബോ വെച്ച് കൊടുക്കണം ഇതുപോലെ. അതിനായിട്ട് സൂചിയും നൂലും ഉപയോഗിച്ച് ഈ സ്റ്റെമ്മൊന്ന് ഇതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു റിബൺ എടുത്ത് രണ്ടായി മടക്കുക. അതിൻ്റെ എഡ്ജ് വി ഷേപ്പിൽ കട്ട് ചെയ്യുക. എന്നിട്ട് അത് ഇതുപോലെ ഈ സ്റ്റെമ്മിന് മുകളിൽ നിങ്ങൾ തുന്നി ചേർക്കണം. അതിനുശേഷം നമുക്ക് ബോ ഉണ്ടാക്കാം. സാറ്റിൻ റിബണിൻ്റെ രണ്ട് എഡ്ജും ഇതുപോലെ നിങ്ങൾ മടക്കി കൊടുക്കുക. അതിനുശേഷം ഒരു ചെറിയ പീസ് സാറ്റിൻ റിബൺ എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിലൂടെ റോൾ ചെയ്താൽ ഇതുപോലെയുള്ള ബോ നിങ്ങൾക്ക് കിട്ടും. എന്നിട്ട് അത് സൂചിയും നൂലും ഉപയോഗിച്ച് നന്നായിട്ട് ഇതിൽ തുന്നി ചേർക്കുക. നന്നായി ടൈറ്റായിട്ട് തുന്നി പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോ ഇവിടെ റെഡിയായി. അങ്ങനെ നമ്മുടെ റിബൺ എംബ്രോയ്ഡറി വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇത് നിങ്ങളെല്ലാവരും ചെയ്തു നോക്കണം. വളരെ സിമ്പിളായ ഒരു വർക്കാണ്. കൂടാതെ നല്ലൊരു വരുമാന മാർഗം കൂടിയായിരിക്കും ഇത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് അറിയാവുന്നവർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മടിക്കരുത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഇതിനെക്കുറിച്ചുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചിലപ്പോൾ ഡൗട്ട് ഉണ്ടായേക്കാം. ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇത് പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാൻ മടിക്കരുത്. ഇതുപയോഗിച്ചിട്ട് നമുക്ക് ഇതുപോലുള്ള വോൾ ഹാങ്ങിങ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിലൂടെ ഈ വോൾ ഹാങ്ങിങ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് മറ്റേതെങ്കിലും വീഡിയോ എൻ്റേത് കാണണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കാം. കൂടാതെ വീഡിയോൻ്റെ ക്ലിപ്പ് ഈ അവസാന ഭാഗത്തും കൊടുക്കുന്നുണ്ട്. അത് ഓപ്പൺ ചെയ്തിട്ടും നിങ്ങൾക്ക് കാണാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. ഇൻഷാ അല്ലാഹ് സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ ആൻഡ് ബൈ. നിങ്ങൾ എൻ്റെ
വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അധികവും ക്ലാസ്സുകളായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ക്ലാസ്സുകളൊന്നും മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത ഉടനെ തന്നെ ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. എന്നിട്ട് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അങ്ങനെ ചെയ്താൽ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ്സുകളൊന്നും മിസ്സാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പം എന്തായാലും ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു സോ മച്ച്.